കാർബോഹൈഡ്രേറ്റ് ശരിക്കും നമുക്ക് ഡയറ്റിൽ ആവശ്യമില്ലേ? അത്രയ്ക്ക് മോശം ഒരു സാധനമാണോ കാർബോഹൈഡ്രേറ്റ്? കാർബോഹൈഡ്രേറ്റ് കഴിച്ചില്ലെങ്കിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ. ആദ്യം തന്നെ പറയട്ടെ, നമ്മൾ യൂട്യൂബിൽ കാണുന്ന ഇത് കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കുന്നതിനപ്പുറം നമ്മുടെ ഡയറ്ററി ഗൈഡ് ലൈൻസ് നമ്മളൊന്ന് നോക്കുന്നത് നന്നായിരിക്കും. ഇന്ത്യയിലാണെങ്കിൽ അത് നമുക്ക് ICMR ആണ് ഗൈഡ് ലൈൻസ് തരുന്നത്. നിങ്ങൾ യൂട്യൂബിൽ കാണുന്ന 3 മാസത്തെ ഫിറ്റ്നസ് കോഴ്സ് ഉണ്ട്, 6 മാസത്തെ ന്യൂട്രീഷൻ കോഴ്സ് ഉണ്ട്, അത് 3 വർഷത്തെ ഉണ്ട്, 2 വർഷത്തെ PG ഉണ്ട്. അങ്ങനെ പല കോഴ്സ് പഠിച്ച ആൾക്കാരായിരിക്കും ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പൊ ജിമ്മിൽ എന്ന ഒരാളായിരിക്കില്ല ഒരു ന്യൂട്രീഷനിസ്റ്റിന്റെ അല്ലെങ്കിൽ ഒരു 5 വർഷം കോഴ്സ് കഴിഞ്ഞ ഒരാൾ പറയുന്നതായിരിക്കില്ല അവിടെ പറയുന്നത്. അപ്പൊ നമുക്ക് എപ്പോഴും ഈ കൺഫ്യൂഷൻസ് ഉണ്ട്. ഒന്നാമതായിട്ട് കാർബോഹൈഡ്രേറ്റ് ഒരു മോശപ്പെട്ട സാധനമല്ല. നമുക്ക് നിർബന്ധമായും നമ്മുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ട ഒന്നാണ് കാർബോഹൈഡ്രേറ്റ്. ചില ആൾക്കാരുടെ ഡയറ്റിൽ കണ്ടിട്ടുണ്ട് രാവിലെ 3 മുട്ട, പിന്നെ ഉച്ചയ്ക്ക് ചിക്കൻ, വൈകിട്ട് ഫിഷ്. അങ്ങനെ കഴിച്ചു പോയാൽ നിങ്ങൾക്ക് അസുഖങ്ങൾ വരത്തേയുള്ളൂ. മുട്ടയുടെ ഒപ്പം അല്ലെ ചിക്കനൊപ്പം മീനിനൊപ്പം നമ്മൾ എടുക്കേണ്ട കാര്യങ്ങളും കൂടെ ഉണ്ട്. ഒന്നാമതായിട്ട് നമ്മുടെ ബ്രെയിനിന്റെ മസിലിന്റെ ഫങ്ഷൻസ് ബാലൻസ് ചെയ്ത് പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും കാർബോഹൈഡ്രേറ്റ് ആവശ്യമാണ്. ഇനി നമ്മുടെ ICMR ഗൈഡ് ലൈൻസ് ഒക്കെ അനുസരിച്ചിട്ട് നമുക്കൊരു 45 ടു നമ്മുടെ ഡയറ്റിന്റെ ഒരു 55-60% നമ്മുടെ കാർബിൽ നിന്ന് വേണം നമുക്ക് എനർജി കിട്ടാൻ. പോട്ടെ, നിങ്ങൾ വെയിറ്റ് ലോസിന് ശ്രമിക്കുന്നവരാണെങ്കിൽ ഒരു 50-55% കൊണ്ട് നിർത്തുക കാർബോഹൈഡ്രേറ്റ്. നമ്മുടെ നാട്ടിലെ അത്ലറ്റ്സിനെ എടുത്തു കഴിഞ്ഞാൽ അവരുടെ ഡയറ്റ് എപ്പോഴും ഹൈ കാർബ് ഡയറ്റ് ആണ്. പക്ഷെ അവർ ഫിറ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. അവർക്ക് പെർഫോമൻസ് ലെവൽ വേണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു മാരത്തോൺ ഓടുന്ന ഒരാൾക്ക് നമ്മൾ അതിന്റെ തലേദിവസം അത്രമേൽ കാർബോഹൈഡ്രേറ്റ് അവർ കഴിച്ചിരിക്കണം. അപ്പൊ അത് കാർബോഹൈഡ്രേറ്റ് മോശമാണെങ്കിൽ അവർക്ക് കഴിക്കാൻ കൊടുക്കില്ല. എന്താണ് അവരുടെ പെർഫോമൻസ് കിട്ടാനായിട്ട്. അതുപോലെ നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർ നമ്മുടെ ഫിസിക്കൽ ആക്ടിവിറ്റിയും കൂടെ നോക്കി വേണം നമ്മൾ കഴിക്കാൻ. അതായത് നമ്മൾ ഭയങ്കര സെഡന്ററി ആയിട്ട് അധികം ആക്ടിവിറ്റികളൊന്നും ഇല്ലാതെ ഒരാളെ സംബന്ധിച്ചോളം ആളുടെ ഡയറ്റിൽ കൂടുതൽ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരു 60% ഒക്കെ കാർബ് വന്നു കഴിഞ്ഞാൽ അത് നല്ലതല്ല. അപ്പൊ നമ്മളത് ബാലൻസ് ചെയ്ത് വേണം കഴിച്ചു പോകാൻ. ആദ്യം നമ്മുടെ ഫിസിക്കൽ ആക്ടിവിറ്റി എത്രത്തോളം ഉണ്ടെന്ന് നോക്കുക. നമ്മൾ ഓവർ വെയിറ്റ് ഉള്ള ആളാണെങ്കിൽ തീർച്ചയായിട്ടും വെയിറ്റ് കുറയ്ക്കുന്നതിന് വേണ്ടി കാലറീസ് കുറയ്ക്കണം. അപ്പൊ നമ്മുടെ കാർബും അതിനൊപ്പം കുറയും. നമ്മുടെ ശരീരത്തിന്റെ മെയിൻ സോഴ്സ് ഓഫ് ഫ്യൂവൽ എന്ന് പറയുന്നത് കാർബോഹൈഡ്രേറ്റ് ആണ്. നമ്മുടെ ബ്രെയിൻ എപ്പോഴും എനർജി യൂസ് ചെയ്യുന്ന സിമ്പിൾ ഗ്ലൂക്കോസ് ഫോമിലാണ്. അപ്പൊ ആ ഗ്ലൂക്കോസ് നമ്മളെ മെയിൻ ഫോക്കസ് ഒക്കെ കിട്ടാനായിട്ട് നമ്മളെ സഹായിക്കുന്നുണ്ട്. പിന്നെ നമ്മളെ ഈ അഡിക്റ്റ് കാർബ് ഇല്ലാതെ നമ്മൾ പ്രോട്ടീൻ മാത്രമാ കഴിക്കുന്നെങ്കിൽ മസിൽ ടിഷ്യൂസ് എനർജിക്ക് വേണ്ടിയിട്ട് ബേൺ ചെയ്യാനും തുടങ്ങും. പിന്നെ അതുപോലെ നമ്മുടെ മോഷൻ നന്നായിട്ട് പോകേണ്ടതിന് നമ്മുടെ ഗട്ട് ബാക്ടീരിയാസിന്റെ ഹെൽത്തിന് ഫൈബർ ഒക്കെ ആവശ്യമാണ്. ഇതൊക്കെ നമുക്ക് കാർബോഹൈഡ്രേറ്റ് ആണ് തരുന്നത്. ഇനി എപ്പോഴാണ് കാർബോഹൈഡ്രേറ്റ് വില്ലനായിട്ട് മാറുന്നത്? കുറെ പഞ്ചസാര ഇട്ട് സാധനങ്ങൾ കഴിക്കുമ്പോൾ, അല്ലെ ഫ്രൂട്ട് ജ്യൂസ് ആയിട്ട് മാത്രം കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴോ, അല്ലെ സിമ്പിൾ ഷുഗർ മാത്രം കഴിക്കുമ്പോൾ. അങ്ങനെ കഴിക്കുമ്പോഴാണ് ഇതൊരു ബാഡായിട്ട് അല്ലെങ്കിൽ നമുക്കൊരു ശത്രുവായിട്ട് മാറുന്നത്. നമ്മളൊരു കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ് സോഴ്സ് ബാലൻസ് ചെയ്ത് അതിനൊപ്പം ആവശ്യമുള്ള പ്രോട്ടീനും എടുത്ത് അതിനൊപ്പം വേണ്ട വെജിറ്റബിൾസും എടുത്തു കഴിഞ്ഞാൽ ഒരിക്കലും കാർബ് ഒരു മോശപ്പെട്ട സാധനമല്ല. പക്ഷെ ഇത് ബാലൻസ് ചെയ്ത് കഴിക്കണം. അവിടെയാണ് നമ്മുടെ മിടുക്കിരിക്കുന്നത്. അതുപോലെ നമ്മുടെ ഡയറ്റിൽ കാർബ് നല്ലതാണെന്ന് കേട്ട് കാർബ് മാത്രം കഴിച്ചുകൊണ്ടിരിക്കാനും പാടില്ല. നമ്മുടെ കോമ്പിനേഷൻ നമ്മുടെ ഡയറ്റിൽ നമ്മുടെ ഡെയിലി റിക്വയർമെന്റ് പ്രോട്ടീനും മീറ്റ് ചെയ്യണം, ഡെയിലി റിക്വയർമെന്റ് കാർബും വേണം, ഫാറ്റും വേണം. ഇതൊന്നും മോശമല്ല. ഇത് ബാലൻസ് ഇല്ലാതെ ഓവർഡു ചെയ്യുന്ന പ്രശ്നങ്ങളാണ്. പിന്നെ ചില ആൾക്കാർ കീറ്റോ ഡയറ്റ് എടുക്കുന്നുണ്ടാവും. അവർക്ക് ഫാറ്റ് പ്രോപ്പറായിട്ട് ഡൈജസ്റ്റ് ചെയ്യാൻ ചിലപ്പോൾ കുഴപ്പമുണ്ടാവില്ല. എന്നാൽ മറ്റു ചിലർ അത് കണ്ടുപോയി കീറ്റോ ചെയ്ത് അവർക്ക് ചിലപ്പോൾ വിപരീത ഫലമായിരിക്കും. അതായത് നമുക്ക് ചില ആൾക്കാർക്ക് സ്ട്രെസ് കൂടും, ആ സമയത്ത് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാണ്ട് വരും, സ്റ്റോൺസ് ഫോം ചെയ്യും. അത് ഡിപ്പെൻസ്, പല ആൾക്കാർക്ക് പല ഇതാണ്. പക്ഷെ നമ്മുടെ ഡയറ്ററി ഗൈഡ് ലൈൻസ് പറയുന്നത് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ അവരുടെ ഒരു റെക്കമെൻഡേഷൻ ഗൈഡ് ലൈൻസ് ഞാനിവിടെ കൊടുക്കാം, നിങ്ങളൊന്ന് നോക്ക്. അപ്പോ അത്രയും മോശപ്പെട്ട ഒരു സാധനമാണെങ്കിൽ ആരും ഡയറ്റിൽ ഒരു 45% 50% കാർബ് എടുക്കാൻ പറയില്ല. പല തെറ്റായ ധാരണകളുടെ പുറത്താണ് നമ്മൾ ഇങ്ങനെ കാർബ് ഭയങ്കര മോശമാണ് കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു പോകുന്നത്. നമുക്ക് കാർബ് വേണം, പ്രോട്ടീൻ വേണം, ഫാറ്റ് വേണം, വൈറ്റമിൻസ് വേണം. ഡയറ്ററി ഗൈഡ് ലൈൻസ് അവരുടെ ആ കൺട്രി തീരുമാനിക്കുന്നതാണ്. അത് നോക്കി നമ്മൾ ഭക്ഷണം കഴിക്കാൻ നിൽക്കാണ്ടിരിക്കുന്നതാണ് നല്ലത്. കാര്യം നമ്മളുടെ ക്ലൈമറ്റിനും നമ്മുടെ കൃഷിരീതിക്കും നമ്മുടെ പൂർവികരും കഴിച്ചിരുന്നത് വെച്ചിട്ടാണ് നമ്മുടെ നാട്ടിലെ ഡയറ്ററി ഗൈഡ് ലൈൻസ് ഇറക്കുക. ഇപ്പൊ നമ്മള്
ഉത്തമ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വൈറ്റമിൻ സി കിട്ടാൻ കിവി കഴിക്കണം എന്നാണ് എപ്പോഴും നമ്മൾ കേട്ടിട്ടുള്ളത്. എന്തുകൊണ്ടാ? അത് ആ പുറം രാജ്യത്തെ പഠനമായതുകൊണ്ടാണ്. പക്ഷെ ആ കിവിനേക്കാളും എത്രയോ മടങ്ങ് വൈറ്റമിൻ സി നമ്മുടെ നാട്ടിലെ നെല്ലിക്കയിന്നും പേരക്കയിന്നും കിട്ടും. അത് നമ്മുടെ സീസണൽ സാധനമായതുകൊണ്ടാണ്. പക്ഷെ എപ്പോഴും ഇങ്ങനത്തെ പഠനങ്ങൾ ഇന്റർനാഷണലി നടക്കുമ്പോൾ നമ്മൾ കിവി കഴിക്കണം. പെട്ടെന്ന് നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ കിവി കഴിക്കണം. കാരണം അത് അവരുടെ നാട്ടിലുള്ളതാണ്. അവരുടെ നാട്ടിൽ അവൈലബിൾ സോഴ്സ് ആണ്. അപ്പൊ നമ്മൾ നമ്മുടെ നാട്ടില് പൂർവികർ കഴിച്ചതും നമ്മുടെ ഗൈഡ് ലൈൻസ് പറയുന്നതും നോക്കിയിട്ട് ഹെൽത്തി ആയിട്ട് കഴിക്കാൻ നോക്കുക. താങ്ക് യു.